ഹായ് ഫ്രണ്ട്സ്, റൊമാൻസ് ഇൻ ദി ഹൗസിന്റെ 10ാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് ജയനെയാണ്. ഞാൻ ഇവിടെ 3 മാസം മാത്രമേ ജോലി ചെയ്യുള്ളൂ. അതിനുശേഷം ഇവിടെ നിൽക്കാൻ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ നിങ്ങളുടെ മകനാണെന്ന് ആരോടും പറയരുത്. മിറ ഇതിലൊന്നും വലിച്ചിടരുത് എന്നൊക്കെ ജയ് സിഇഒനോടായി പറഞ്ഞു. അതൊക്കെ സിഇഒ സമ്മതിച്ചതാണെങ്കിലും പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതല്ലേ. അതിന്റെ ബാക്കിയായിട്ടാണ് ഇനി കാണിക്കുന്നത്. എല്ലാരും ഇവനെ ഒന്ന് നോക്കണമെന്നും പറഞ്ഞ് സിഇഒ അവിടെ നിന്ന് പോയി. ജയ് എന്നെ കാണാൻ വന്നാൽ അകത്തേക്ക് കയറ്റിവിടണ്ട. ഞാൻ എവിടെയെങ്കിലും ദൂരസ്ഥലത്ത് ബിസിനസ് ട്രിപ്പായി പോയെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ സിഇഒ സ്റ്റാഫിനോടായി പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ സഹോദരനും ജിന്നും കൂടെ ഇരുന്ന് സംസാരിക്കുന്നതാണ്. ജിൻ മിറയുടെ സഹോദരന് കുറച്ച് പണം നൽകി. ഇത് 1 മില്യൺ വോൺ ഉണ്ട്. നിന്റെ ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നതിനു പകരം നിന്റെ ബിസിനസിന് വേണ്ടി എത്ര ഫണ്ട് വേണേലും ഞാൻ നിനക്ക് തരാം എന്നൊക്കെ ജിൻ മിറയുടെ സഹോദരനോട് പറഞ്ഞു. ചോദിക്കുമ്പോൾ തന്നെ പൈസ എടുത്തു തരുന്നത് പഴയൊരു ഫാഷൻ അല്ലേ എന്നൊക്കെ മിറയുടെ സഹോദരൻ തിരക്കി. മിറയുടെ സഹോദരന്റെ കൂട്ടുകാരൻ ചെയ്തതുപോലെ ഒരു പ്ലാനൊക്കെ ചെയ്ത് വീട്ടുകാരെ ഇംപ്രസ് ചെയ്തതിനു ശേഷം വീട്ടുകാരുടെ ഇഷ്ടത്തോടെ പൈസ ലഭിച്ച് അതിൽ ബിസിനസ് തുടങ്ങുന്നതല്ലേ നല്ലത്. ഇതായിരുന്നു മിറയുടെ സഹോദരന്റെ ചിന്ത. എന്നാൽ വീട്ടുകാരുടെ അടുത്ത് ബിസിനസ് പ്ലാൻ അവതരിപ്പിക്കുന്നതിന് മുന്നേ തന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്യാൻ അച്ഛൻ തയ്യാറായത് സഹോദരനെ അത്ഭുതപ്പെടുത്തി. നിനക്ക് എന്താ ഇതിൽ ഉറപ്പില്ലേ? എന്നാ നീ പൈസ മറന്നേക്കാൻ ജിൻ പറഞ്ഞു. ഇല്ല, അങ്ങനെയൊന്നുമില്ല, ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്നും പറഞ്ഞ് മിറയുടെ സഹോദരൻ ആ പൈസ തിരിച്ചു മേടിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ അമ്മയും ജിന്നിനെയുമാണ്. മിറയുടെ കൊളീഗ്സ് മിറയുടെ അമ്മയെ ഒരു മോഡലാക്കാൻ ക്ഷണിച്ചില്ലായിരുന്നോ? അതിന്റെ ഷൂട്ടിംഗ് ആണെന്ന്. അതിനായി അമ്മ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് വാനുമായി ജിൻ അവിടേക്ക് എത്തിയത്. ജിൻ അമ്മയെ കൂട്ടിക്കൊണ്ട് പരസ്യം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അമ്മ ആകെപ്പാട് നെർവസ് ആയിരുന്നു. എന്നാൽ മിറയുടെ കൊളീഗ്സ് എല്ലാം അമ്മയെ നല്ല രീതിയിൽ തന്നെ ആശ്വസിപ്പിച്ചു. അപ്പോഴാണ് മിറ അങ്ങോട്ടേക്ക് കയറി വന്നത്. മിറയ്ക്ക് അടുത്തൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. മീറ്റിംഗിന് ശേഷം തന്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു മിറ അങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴാണ് മിറ അമ്മയെ കണ്ടത്. അമ്മ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴാണ് ജിന്നു അങ്ങോട്ടേക്ക് കയറി വന്നത്. നിങ്ങൾ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് മിറ ജിന്നിനോട് തിരക്കി. ഞാൻ മിറയുടെ അമ്മയുടെ മാനേജറാണ് ജിൻ മറുപടി നൽകി. ഈ പരസ്യം ലൈവായിട്ടായിരുന്നു പൊക്കോണ്ടിരുന്നത്. അതുകൊണ്ട് ആകെപ്പാട് അമ്മ നെർവസ് ആയിരുന്നു. എന്റെ നെർവസ് മാറ്റാൻ ഞാൻ ഗെയിമിന് ഇറങ്ങുന്നതിന് മുന്നേ നീ എനിക്ക് ഇങ്ങനെ ചെയ്തു തരുമായിരുന്നു എന്നും പറഞ്ഞ ജിൻ അമ്മയ്ക്ക് കൈ തിരുമ്മി കൊടുത്തു. അങ്ങനെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ആദ്യമൊക്കെ മിറയുടെ അമ്മ നല്ല നെർവസ് ആയിരുന്നെങ്കിലും പിന്നെ അത് ശരിയായി. മിറയുടെ അമ്മ നല്ലതായി തന്നെ അതിൽ അഭിനയിച്ചു. സുന്ദരി ആന്റിയും ഗ്രാൻഡ്മയും കണ്ണാടി അങ്ങളുടെ വൈഫും ആ പരസ്യം ലൈവായി തന്നെ കണ്ടിരുന്നു. എല്ലാവർക്കും മിറയുടെ അമ്മ ചെയ്തത് ഒരുപാട് ഇഷ്ടമായി. ഷൂട്ടിംഗ് കഴിഞ്ഞ് എല്ലാരും മിറയുടെ അമ്മയെ പ്രോത്സാഹിപ്പിച്ചു. ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് ആയിരുന്നു അവര് ഷൂട്ട് ചെയ്തത്. മിറയുടെ അമ്മ കാരണം സ്റ്റോക്ക് ഫുള്ള് തീർന്നു എന്നൊക്കെ മിറയുടെ കൊളീഗ് പറഞ്ഞു. ഇനി ഒരു ഷൂട്ട് ഉണ്ടാവുമ്പോൾ തന്നെ വിളിക്കണം, മറ്റു മോഡൽസിനെ ഒന്നും വിളിക്കരുതെന്ന് മിറയുടെ അമ്മ പറഞ്ഞു. ഇല്ല, ഇനി ഞങ്ങൾക്ക് മിറയുടെ അമ്മയെ തന്നെ മതി. ഇനിയും ഞങ്ങളുടെ പ്രൊഡക്ട്സിനൊക്കെ മിറയുടെ അമ്മ തന്നെ മോഡലാവണം എന്നൊക്കെ മിറയുടെ കൊളീഗ്സ് പറഞ്ഞു. മിറയുടെ അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. പിന്നീട് നമ്മൾ കാണുന്നത് ജയ്ക്ക് വേണ്ടി വെൽക്കം പാർട്ടി വെച്ചിരിക്കുന്ന മിറയും കൊളീഗ്സിനെയുമാണ്. കൊളീഗ്സ് ഒക്കെ ആകെപ്പാടെ ജയ് ആണ് സിഇഒന്റെ മകൻ എന്നറിഞ്ഞ ഞെട്ടലിലാണ്. കഴിഞ്ഞ ദിവസം ജയോട് അവർ സംസാരിച്ച രീതിയും ഫ്ലോട്ട് ചെയ്ത രീതിയും ഒക്കെ ഓർത്ത് അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. എല്ലാവരും ജയനോട് സോറി ഒക്കെ ചോദിച്ചു. അങ്ങനെ പാർട്ടി എല്ലാം അവസാനിച്ച് എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് മടങ്ങി. ജയും മിറയും കുറച്ച് മാറി കണ്ടുമുട്ടി. അങ്ങനെ മിറയും ജയും മിറയുടെ അപ്പാർട്ട്മെന്റിലേക്ക് നടന്നു. അപ്പോൾ ആ സമയം ജിൻ മിറയുടെ അപ്പാർട്ട്മെന്റിന്റെ ഫ്രണ്ടിൽ നിന്ന് ഇവിടെ ക്യാമറയുണ്ടോ, ഇവിടെ സേഫ് ഒക്കെ ആണോ എന്ന് നോക്കി. നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നതെന്ന് മിറ ജിന്നിനോട് തിരക്കി. അത് ഞാൻ ഇതുവഴി വന്നപ്പോൾ ഇവിടെ സേഫ് ആണോ എന്ന് നോക്കിയതാണെന്ന് ജിൻ മറുപടി നൽകി. ഞാൻ ഇതുവഴി പോയപ്പോൾ മിറ കൊണ്ടാക്കിയതാണെന്ന് ജയ പറഞ്ഞ് അവിടെ നിന്ന് പോയി. ഒരു അത്ലറ്റിനെ നീ ഡേറ്റ് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് ജിൻ പറഞ്ഞു. എല്ലാ അത്ലറ്റും ഒരേപോലെയല്ല, പോകുന്നതിന് മുന്നേ ഒന്ന് വീട്ടിൽ കയറുന്നു എന്ന് മിറ തിരക്കി. അങ്ങനെ ജിന്നും മിറയും മിറയുടെ അപ്പാർട്ട്മെന്റിൽ ഇരുന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അമ്മ ഒരുപാട് അന്വേഷിച്ചിട്ടാണ് ഈ ഒരു സ്ഥലം കിട്ടിയത്. സേഫ് ആയിട്ടും വൃത്തിയുള്ള ഒരു സ്ഥലവുമായിരുന്നു അമ്മ തിരക്കി നടന്നത് എന്ന് ജിൻ പറഞ്ഞു. അമ്മയെ നിങ്ങളെ സഹായിച്ചതെന്നാണല്ലോ ഞാൻ കേട്ടത്, എന്തായാലും അതിന് നന്ദിയുണ്ട് എന്ന് മിറ പറഞ്ഞു. ജിന്നിന് സന്തോഷമായി. മിറ ശരിക്കും ജിന്നിനെ വീട്ടിലേക്ക് ക്ഷണിച്ചത് പഴയ ലാൻഡ് ലോഡിന്റെ മകളെ കുറിച്ച് തിരക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ വില്ല മേടിച്ചത് പഴയ ലാൻഡ് ലോഡിന്റെ മകളുടെ കയ്യിൽ നിന്നല്ലായിരുന്നോ? അവരുമായി എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടോ എന്ന് മിറ തിരക്കി. ഇല്ല എന്ന് ജിൻ പേടിച്ചു പറഞ്ഞു. എന്താ കാര്യമെന്ന് ജിൻ തിരക്കി. അമ്മ ഇനി അവിടെയാണ് താമസിക്കേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ തിരക്കിയതെന്ന് മിറ പറഞ്ഞു. പിന്നീട് നമ്മൾ കാണുന്നത് ജയനെയാണ്. ജയ കോഴിയുടെ ഒക്കെ ഒരു ഡ്രസ് ഇട്ട് കുട്ടികളെ സന്തോഷിപ്പിച്ച് സാധനം വിൽക്കുകയാണ്. എന്നാൽ മിറ ജയനെ വഴക്ക് പറയുന്നു. നീ എന്താണ് ഈ ചെയ്തത്? കുട്ടികളുടെ ശ്രദ്ധ നിന്റെ മേലെ ആവുമ്പോൾ നീ അവരുടെ പേരൻസിനെ അപ്രോച്ച് ചെയ്യണം, എന്നാൽ മാത്രമേ സെയിൽസ് കൂടത്തുള്ളൂ. ഇത്രയും ഫ്രീ സാമ്പിൾസ് എന്തിനാണ് നീ അവർക്ക് നൽകിയതെന്നൊക്കെ ചോദിച്ച് മിറ ജയനെ വഴക്ക് പറഞ്ഞു. നീ ഇന്ന് 50 പാക്കറ്റ് പോലും വിറ്റിട്ടില്ല, അടുത്ത തവണ നീ വിൽക്കാൻ പോകുന്ന സമയത്ത് ഇതെല്ലാം നിന്റെ മനസ്സിലുണ്ടായിരിക്കണമെന്ന് മിറ ജയനോട് പറഞ്ഞു. സിഇഒന്റെ മകനോടാണ് മിറ ഇങ്ങനെ പറഞ്ഞതെന്നോർത്ത് എല്ലാവരും ഞെട്ടി. ജയ അടുത്ത പണിക്ക് പോയപ്പോ മിറയുടെ സീനിയർ മിറയോട് സംസാരിച്ചു. ഇത്ര സ്ട്രിക്റ്റ് ഒന്നും ആവണ്ട, അത് സിഇഒയുടെ മകനല്ലേ എന്ന് സീനിയർ പറഞ്ഞു. സിഇഒ എന്നെ വിശ്വസിച്ചാണ് ജയയുടെ മെന്റർ ആക്കിയത്, അപ്പോൾ എനിക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആവണോ എന്ന് മിറ പറഞ്ഞു. പിന്നീട് മിറ ജയ്ക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ഒരുപാട് സ്ട്രിക്റ്റ് ആണോ എന്ന് മിറ തിരക്കി. അതെ, പക്ഷെ നീ ദേഷ്യം പിടിച്ചിരിക്കുന്നത് കാണാനും നല്ല ഭംഗിയാണെന്ന് ജയ് മിറയോട് പറഞ്ഞു.
പിന്നീട് നമ്മൾ കാണുന്നത് ജിന്നിനെ മരിച്ചുപോയ ലാൻഡ് ലോഡിന്റെ മകളെയുമാണ്. എന്റെ അച്ഛൻ വീടിന്റെ ഫയർ ഇൻഷുറൻസ് എടുത്തിരുന്നു. ഇതൊരു ആക്സിഡന്റ് അല്ല എന്ന് അവർ കണ്ടുപിടിച്ചു. അവർ ആ പൈസ തടഞ്ഞു വെച്ചു. അച്ഛൻ തന്നെയാണ് ആ വീടിന് തീ കൊളുത്തിയത്. എന്തിനാണെന്ന് അറിയാവോ എന്ന് മരിച്ചുപോയ ലാൻഡ് ലോഡിന്റെ മകൾ ജിന്നിനോട് ചോദിച്ചു. ഇല്ല എന്ന് ജിൻ മറുപടി നൽകി. എന്നാൽ നിങ്ങൾ ഇതറിയണം, അച്ഛന്റെ എല്ലാ സമ്പാദ്യവും ഇതിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ അവർ അച്ഛനെ സ്കാം ചെയ്തു. നിങ്ങളായിരുന്നു അച്ഛന്റെ മുന്നേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഒരു ദിവസം നീ പെട്ടെന്ന് വന്ന് വലിയ പണക്കാരനെ പോലെ അഭിനയിച്ചു എന്ന് ഞാൻ കേട്ടു. ഏത് പണം കൊണ്ടാണ് നീ ഇത്ര സുഖമായി ജീവിക്കുന്നത്? ആരുടെ പൈസയാണത് എന്നൊക്കെ മരിച്ചുപോയ ലാൻഡ് ലോഡിന്റെ മകൾ തിരക്കി. എന്നോട് ക്ഷമിക്കണം, ഓണർ അപ്പൂപ്പൻ എന്നെ പരിചയപ്പെട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരിക്കലും മരിക്കില്ലായിരുന്നു. ആ സീൻ കട്ട് ചെയ്ത് പിന്നെ നമ്മൾ കാണുന്നത് ടാക്സ് അക്കൗണ്ടന്റിനെയാണ്. ടാക്സ് അക്കൗണ്ടന്റ് സുന്ദരി ആന്റിയെ പറ്റി ഓർക്കുന്നു. സുന്ദരി ആന്റി ഒന്ന് കാണാൻ പോയാലോ എന്ന് ചിന്തിച്ച് നേരെ ടാക്സ് അക്കൗണ്ടന്റ് ആന്റിയുടെ കടയിലേക്ക് ചെന്നു. നിങ്ങൾ പുതിയ ഹെയർ കട്ടിനാണോ വന്നത് എന്നൊക്കെ ചോദിച്ച് സുന്ദരി ആന്റി പിടിച്ചു വലിച്ച് ടാക്സ് അക്കൗണ്ടന്റിനെ അകത്തേക്ക് കൊണ്ടുപോയി. ഹെയർ കട്ട് ചെയ്യുന്നതിനിടയ്ക്ക് സുന്ദരി ആന്റിയും ടാക്സ് അക്കൗണ്ടന്റും പരസ്പരം കണ്ണിൽ നോക്കി നിന്നു. ഹെയർ കട്ട് ചെയ്തതിന് പണം തരുന്നതിന് പകരമായി തന്റെ പാർട്ണർ ആവാമോ എന്ന് സുന്ദരി ആന്റി ടാക്സ് അക്കൗണ്ടന്റിനോട് ചോദിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഓഫീസിൽ ജോലി ചെയ്യുന്ന ജയയും മിറയുമാണ്. ചെയ്യേണ്ട ജോലിയെല്ലാം പറഞ്ഞു കൊടുത്ത് മിറ ഓഫീസിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങുന്നതിന് മുന്നേയായി മിറ ജയ്ക്കൊരു നോട്ട് എഴുതി കൊടുത്തിരുന്നു. അങ്ങനെ ജയ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മിറയുടെ ഫ്രണ്ട് ജയനെ ഫ്ലോട്ട് ചെയ്യാൻ നോക്കുന്നത്. ഒരുപാട് ജോലിയില്ലേ, ഞാൻ വേണമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, ജോലി കഴിഞ്ഞിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം എന്നൊക്കെ മിറയുടെ ഫ്രണ്ട് പറഞ്ഞു. എന്നാൽ താൻ തന്നെ ചെയ്തോളാം എന്നും പറഞ്ഞ് ജയ് അവിടെ നിന്ന് ജോലി ചെയ്തു. അപ്പോഴാണ് മിറ കൊടുത്ത നോട്ട് ജയ് വായിക്കുന്നത്. താൻ ഇറങ്ങി 20 മിനിറ്റിന് ശേഷം പുറത്തേക്ക് വരണമെന്നായിരുന്നു മിറ അതിൽ എഴുതിയിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയ മിറ നേരെ ചെന്ന് വിടുന്നത് സിഇഒന്റെ മുന്നിലാണ്. ജയെ ഞാൻ നിന്റെ മെന്ററാക്കിയപ്പോ നീ ഭയങ്കര സർപ്രൈസ് ആയില്ലേ എന്ന് സിഇഒ മിറയോട് തിരക്കി. അതെ, ഞാൻ സർപ്രൈസ് ആയി, പക്ഷെ ജയ് നന്നായി എല്ലാം ചെയ്യുന്നുണ്ടെന്ന് മിറ മറുപടി നൽകി. എന്താണ് ജയ് ചെയ്യുന്നതെന്ന് സിഇഒ തിരക്കി. ഞാൻ കൊടുക്കുന്ന ടാസ്ക് എല്ലാം അവൻ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പുതിയ റിക്രൂട്ട്സ് ഒക്കെ എങ്ങനെയാണ് ജോലി ചെയ്യുന്നത് അതേപോലെ തന്നെ ജയും ജോലി ചെയ്യുന്നുണ്ട് എന്നൊക്കെ മിറ പറഞ്ഞു. ജയെ ഇവിടെ തന്നെ പിടിച്ചു നിർത്തണം, അതിന് നിനക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് സിഇഒ മിറയോട് തിരക്കി. അത്രയ്ക്കുള്ള പവറൊന്നും എനിക്കില്ല, എനിക്ക് അങ്ങനെ ഒരു പ്രോമിസ് നൽകാൻ സാധിക്കില്ല. നിങ്ങൾ എന്നെ വിശ്വസിച്ചാണ് ജയുടെ മെന്ററാക്കിയത്, അതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുത്തു. ജയനെ ഞാൻ നല്ല രീതിയിൽ തന്നെ എല്ലാം പഠിപ്പിച്ചെടുക്കും എന്ന് മിറ സിഇഒനോട് പറഞ്ഞു. ജയെ നല്ല രീതിയിൽ തന്നെ നോക്കണമെന്ന് മിറയോട് പറഞ്ഞ് സിഇഒ അവിടെ നിന്ന് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് ടാക്സ് അക്കൗണ്ടന്റിനെയുമായി കൊച്ചുപയ്യന്റെ കടയിൽ ഡ്രിങ്ക്സ് അടിക്കാൻ വന്നിരിക്കുന്ന സുന്ദരി ആന്റിയെയാണ്. കൊച്ചുപയ്യന് സുന്ദരി ആന്റി ഒരു നോട്ടം ഉണ്ടായിരുന്നു. എന്നാൽ സുന്ദരി ആന്റി ടാക്സ് അക്കൗണ്ടന്റിനെ കൊണ്ടുവരുന്ന കണ്ടിട്ട് കൊച്ചുപയ്യൻ ആകെ വിഷമമായി. കൊച്ചുപയ്യന്റെ കട തുടങ്ങിയിട്ട് 1 വർഷമായി. അപ്പോൾ അതിന്റെ സെലിബ്രേഷൻ ആയിരുന്നു അവിടെ നടന്നിരുന്നത്. അവിടെ നമ്മുടെ വില്ലയിൽ താമസിക്കുന്ന എല്ലാവരും ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് സുന്ദരി ആന്റി ടാക്സ് അക്കൗണ്ടന്റും അങ്ങോട്ടേക്ക് വന്നത്. കൊച്ചുപയ്യൻ അവർക്ക് രണ്ടുപേർക്കുമായി ഡ്രിങ്ക്സ് എടുത്തു കൊടുത്തു. ആനിവേഴ്സറി ഗിഫ്റ്റ് ആണെന്നും പറഞ്ഞു ഒരു ബോക്സ് ടാക്സ് അക്കൗണ്ടിങ്ങിന് എറിഞ്ഞു കൊടുത്തു. എന്നാൽ സുന്ദരി ആന്റിക്ക് കൊച്ചുപയ്യൻ നൽകിയത് ഒരു കവർ നിറയെ സാധനങ്ങളായിരുന്നു. ഇതെന്റെ ഫീലിംഗ്സ് ആണെന്നും പറഞ്ഞ് സുന്ദരി ആന്റിക്ക് കൊച്ചുപയ്യനെ ഗിഫ്റ്റ് കൊടുത്തു. എന്നാൽ സുന്ദരി ആന്റി അതൊന്നും വലിയ കാര്യമാക്കിയില്ല. അവർ രണ്ടുപേരും ഇരുന്ന് ഡ്രിങ്ക്സ് അടിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ജിന്നിനെയാണ്. ജിൻ അമ്മയെ വിളിച്ച് സംസാരിക്കുന്നു. ജിൻ അമ്മയോട് സോറി പറഞ്ഞു. എല്ലാം പഴയതുപോലെ ആക്കാൻ പാടായിരുന്നു. പാസ്റ്റിലും ഇപ്പോഴും ഞാൻ എല്ലാം നശിപ്പിച്ചിട്ടേ ഉള്ളൂ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഞാൻ വീണ്ടും കാര്യങ്ങൾ കുഴപ്പത്തിലാക്കിയേക്കാം, അതുകൊണ്ട് ഞാൻ നിന്നെ വിട്ടുപോവാണെന്നും പറഞ്ഞ് ജിൻ കോള് കട്ട് ചെയ്തു. ജിൻ ഡ്രിങ്ക്സിന്റെ പുറത്താണോ ഇങ്ങനെയൊക്കെ സംസാരിച്ചതെന്ന് മിറയുടെ അമ്മ ചിന്തിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്യുന്ന മിറയും ജയയും ആണ്. അപ്പോഴാണ് മിറ ജിൻ അതുവഴി വിഷമിച്ച് പോകുന്നത് കണ്ടത്. ജിൻ നേരെ എത്തിയത് കൊച്ചുപയ്യന്റെ കടയിലാണ്. അവിടെ ആനിവേഴ്സറി ആഘോഷങ്ങൾ നടക്കുകയായിരുന്നു. അവരുടെ കൂടെ പോയിരുന്ന് ഡ്രിങ്ക്സ് അടിക്കുകയാണ് ജിൻ ചെയ്തത്. ജിൻ ടാക്സ് അക്കൗണ്ടന്റിനെയും ടാക്സ് അക്കൗണ്ടന്റ് ജിന്നിനെയും മൈൻഡ് ചെയ്തില്ല. നിങ്ങൾ തമ്മിൽ അടിയാണോ എന്ന് സുന്ദരി ആന്റി തിരക്കി. എന്നാൽ ടാക്സ് അക്കൗണ്ടന്റ് ഒരു മറുപടി നൽകിയില്ല. പിന്നീട് കാണുന്നത് കണ്ണാടി അങ്കിളിനെയാണ്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മൂവ് ചെയ്യുമെന്ന് കണ്ണാടി അങ്കിൾ ജിന്നിനോട് പറഞ്ഞു. എനിക്കിനി ഇങ്ങനെ ജീവിക്കാൻ സാധിക്കില്ല, എനിക്ക് പേടിയാണ് എന്നൊക്കെ കണ്ണാടി അങ്കിൾ പറഞ്ഞു. നീ ഒരുപാട് ഡ്രിങ്ക്സ് അടിച്ചു, അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഗ്രാൻഡ്മയുടെ ഹസ്ബൻഡ് പറഞ്ഞു. എന്താണ് കാര്യമെന്ന് ഗ്രാൻഡ്മ തിരക്കി. എന്തോ മോശമായി സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു, എനിക്ക് പേടിയാണെന്നും പറഞ്ഞ് കണ്ണാടി അങ്കിൾ അവിടെ നിന്ന് കരഞ്ഞു. എന്തിനാണ് കരയുന്നത്, എന്താണ് സംഭവം എന്നൊക്കെ എല്ലാവരും അവിടെ ഇരുന്ന് തിരക്കി. അപ്പോഴാണ് അവിടേക്ക് മരിച്ചുപോയ ലാൻഡ് ലോഡിന്റെ മകൾ എത്തിയത്. അവർ ജിന്നിന്റെ കയ്യിൽ നിന്ന് ഡ്രിങ്ക്സ് എടുത്ത് ജിന്നിന്റെ തലയിൽ കൂടി ഒഴിച്ചു. അത് കണ്ട് എല്ലാവരും ഞെട്ടി. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് മിറയുടെ സഹോദരൻ ചോദിച്ചു. ടാക്സ് ഒരുപാട് അടയ്ക്കണമെന്നും പറഞ്ഞ് ഇയാൾ എന്റെ കയ്യിൽ നിന്ന് വില്ല മേടിച്ചത് കുറഞ്ഞ പൈസക്കാണെന്ന് മരിച്ചുപോയ ലാൻഡ് ലോഡിന്റെ മകൾ പറഞ്ഞു. ജിൻ അവരോട് സോറി പറഞ്ഞു. അപ്പോഴാണ് മിറ അങ്ങോട്ടേക്ക് വന്നത്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നൊക്കെ മിറ തിരക്കി. ഇയാൾ എന്റെ അച്ഛനെ സ്കാം ചെയ്തു, എന്റെ അച്ഛനെ ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ചു, ഞങ്ങളുടെ സ്വത്തുക്കളെല്ലാം ഇയാൾ തട്ടിയെടുത്തു. ആ പൈസ കൊണ്ടാണ് ഇയാൾ ഈ വില്ല മേടിച്ചത്. ആ പൈസ വെച്ചാണ് നീ ഒരു ധനികനെ പോലെ അഭിനയിക്കുന്നത്. ആ പൈസ എല്ലാം തിരിച്ചു തരാനെന്നും പറഞ്ഞ് മരിച്ചുപോയ ലാൻഡ് ലോഡിന്റെ മകൾ ജിന്നിനെ ഉപദ്രവിക്കുന്നു.
അപ്പോഴേക്കും മിറയുടെ അമ്മ അവിടെ വന്ന് അവരെ പിടിച്ചു മാറ്റി. നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തതുപോലാണല്ലോ. പക്ഷെ ജിന്നിനൊരിക്കലും തട്ടിപ്പുകാരനാവാൻ സാധിക്കില്ല എന്ന് മിറയുടെ അമ്മ ലാൻഡ് ലോർഡിന്റെ മകളോടായി പറഞ്ഞു. അങ്ങനെ എന്തെങ്കിലും ജിൻ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ജിൻ ഞങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ലായിരുന്നു എന്നൊക്കെ മിറയുടെ അമ്മ പറഞ്ഞു. ജിൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ഉറപ്പ് പറയാൻ സാധിക്കുന്നത്? എങ്ങനെയാണ് ജിന്നിനെ വിശ്വസിക്കാൻ കഴിയുന്നതെന്ന് കണ്ണാടി അങ്കിൾ മിറയുടെ അമ്മയോട് ചോദിച്ചു. കാരണം ജിൻ ഞങ്ങളുടെ ഫാമിലിയാണ്. നിങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് മിറയുടെ അമ്മ സഹോദരനോടും മിറയോടും ചോദിച്ചു. ഞാൻ അച്ഛനെ വിശ്വസിക്കുന്നു എന്ന് മിറയുടെ സഹോദരൻ പറഞ്ഞു. ഞാനും അച്ഛനെ വിശ്വസിക്കുന്നു എന്ന് മിറയും മറുപടി നൽകി. ജിന്നിന്റെ കണ്ണുകൾ ആകെ നിറഞ്ഞിരുന്നു. ഇമോഷണൽ ആയ ജിൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ജിന്നിന്റെ പുറകിന് പോവാൻ നോക്കിയ ലാൻഡ് ലോർഡിന്റെ മകളെ ടാക്സ് അക്കൗണ്ടന്റ് പിടിച്ചു നിർത്തി. നിങ്ങൾ എന്നോട് സംസാരിക്കണം, എനിക്കെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കുമെന്ന് ടാക്സ് അക്കൗണ്ടന്റ് പറഞ്ഞു. കുറച്ചു മാസങ്ങൾക്ക് മുന്നേ ജിൻ എന്നെ കാണാൻ വന്നു. ജിൻ തിരിച്ചു വന്നത് ഒരുപാട് പൈസയും കൊണ്ടാണ്. ജിന്നിനെ ഫാമിലി വില്ല മേടിക്കണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഓണർ അപ്പൂപ്പനെ കാണാൻ പോയി. എന്നാൽ ഓണർ അപ്പൂപ്പന് ആ ബിൽഡിംഗ് വിൽക്കാൻ ഒരു താല്പര്യമില്ലായിരുന്നു. ഇവിടെ റീഡെവലപ്മെന്റ് നടക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഞാനെന്ന് ഓണർ അപ്പൂപ്പൻ പറഞ്ഞു. ഇവിടെ വേറെയും ബിൽഡിംഗ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കാൻ ഓണർ അപ്പൂപ്പൻ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ ഈ ബിൽഡിംഗ് തന്നെ ജിന്നിന് വേണമെന്ന് ജിൻ ഓണർ അപ്പൂപ്പനോടായി പറഞ്ഞു. എന്നാൽ ആ സമയത്തായിരുന്നു ഒരാൾ അങ്ങോട്ടേക്ക് കയറി വന്നത്. ഡ്രാഗൺ ഇൻവെസ്റ്റ്മെന്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ഓണർ അപ്പൂപ്പനോട് പറയാനായിരുന്നു അയാൾ അവിടേക്ക് വന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് ഓണർ അപ്പൂപ്പൻ അവരോടായി സമ്മതിച്ചു. ഓണർ അപ്പൂപ്പൻ അവസാനമായി സൈൻ ചെയ്യുന്നതിനു മുന്നേ പോലും ജിൻ അത് തടയാനാണ് നോക്കിയത്. ഒന്നുകൂടി ആലോചിച്ചിട്ട് സൈൻ ചെയ്താൽ പോരെ എന്നൊക്കെ ജിൻ ഓണർ അപ്പൂപ്പനോട് ചോദിച്ചു. എന്നാൽ ഓണർ അപ്പൂപ്പൻ അതൊന്നും കേൾക്കാതെ ആ എഗ്രിമെന്റിലെല്ലാം ഒപ്പുവെച്ചു എന്ന് ടാക്സ് അക്കൗണ്ടന്റ് ഇപ്പൊ മകളോടായി പറഞ്ഞു. നിങ്ങളോട് ഞാൻ പറഞ്ഞതല്ലേ ജിന്നിനെ കാണുന്നതിന് മുന്നേ എന്നോട് സംസാരിക്കണമെന്ന്? ഇതൊക്കെ പറയാനായിരുന്നു ഞാൻ നിങ്ങളോട് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞത് എന്നൊക്കെ ടാക്സ് അക്കൗണ്ടന്റ് ഓണർ അപ്പൂപ്പന്റെ മകളോട് പറഞ്ഞു. ഇതെല്ലാം അവിടെ ഇരുന്ന് എല്ലാവരും കേട്ടിരുന്നു. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഓണർ അപ്പൂപ്പന്റെ മകൾ തിരക്കി. നിങ്ങൾക്ക് ഇപ്പോൾ സത്യമെല്ലാം അറിയാമല്ലോ. ഫയർ ഇൻഷുറൻസ് കിട്ടുമെന്ന് അറിഞ്ഞിട്ടാണ് ഇൻഷുറൻസ് ലഭിക്കുന്നത് ഓണർ അപ്പൂപ്പന്റെ മകൾക്കാണ്. അതായത് നിങ്ങൾക്കാണ് ആ തുക ലഭിക്കുന്നത്. നിങ്ങൾക്ക് ആ തുക ലഭിക്കാനാണ് ഓണർ അപ്പൂപ്പൻ അങ്ങനെയൊക്കെ ചെയ്തത്. അപ്പോഴാണ് നമുക്കൊരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നത്. എനിക്ക് ഒരുപാട് കടങ്ങളുണ്ട്. ആ കടങ്ങളൊന്നും അടച്ചില്ലെങ്കിൽ ഞാനും എന്റെ മക്കളും തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും. അതുകൊണ്ട് ഈ വില്ല വെക്കുക. ഈ വില്ല വിറ്റാൽ ഒരുപാട് പൈസ ലഭിക്കും. അച്ഛന്റെ ഫാമിലിക്ക് വേണ്ടി അച്ഛൻ ഒരുപാട് പൈസ ഒന്നും ചെലവാക്കിയിട്ടില്ലല്ലോ. ഇതിനു വേണ്ടിയും കുറച്ച് പൈസ നൽകാൻ ഓണർ അപ്പൂപ്പന്റെ മകൾ പറഞ്ഞു. എന്നാൽ ആ സമയം ഓണർ അപ്പൂപ്പൻ ഇൻവെസ്റ്റ് ചെയ്ത് ഓണർ അപ്പൂപ്പന്റെ പൈസ എല്ലാം നഷ്ടപ്പെട്ടിരുന്നു. മകളെ കടത്തിൽ നിന്ന് രക്ഷിക്കാനാണ് ഓണർ അപ്പൂപ്പൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഇപ്പോൾ മകൾക്ക് മനസ്സിലായി. ഓണർ അപ്പൂപ്പന്റെ മകൾ ഇപ്പോൾ പൊട്ടിക്കരഞ്ഞു. ഓണർ അപ്പൂപ്പന്റെ മകൾ എല്ലാരോടും സോറി പറഞ്ഞ് അവിടെ നിന്ന് പോയി. പിന്നീട് നമ്മൾ കാണുന്നത് മിറയുടെ അമ്മയും ജിന്നിനെയുമാണ്. നടന്ന സംഭവത്തിൽ ജിന്നാകെ പാഠവിഷമത്തിലാണ്. മിറയുടെ അമ്മ ജിന്നിനെ സമാധാനിപ്പിച്ചു. മതി കരഞ്ഞത്, നമുക്ക് വീട്ടിൽ പോവാമെന്നും പറഞ്ഞ് മിറയുടെ അമ്മ ജിന്നിന്റെ കയ്യിൽ പിടിച്ചു. എന്നാൽ ജിന്ന് മിറയുടെ അമ്മയെ കിസ് ചെയ്തു. ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇത്രയും നാളത്തെ നമ്മുടെ സംശയമായിരുന്നു ഓണർ അപ്പൂപ്പൻ എങ്ങനെയാണ് മരിച്ചതെന്ന്. അതിനൊരു തീരുമാനം ഇപ്പോൾ ആയിരിക്കുകയാണ്. അതേപോലെ തന്നെ മിറയുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീർന്നു. മിറയും ജയും ഒന്നിച്ചു. ഇനി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ വരുന്നതെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ എപ്പിസോഡ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂട്ടുമല്ലോ അല്ലേ? അതുവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.